പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ അനീഷ് വർഗീസ്. കരിയർ സൂം എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ സെഷനിൽ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ റുദ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഇഫ് എന്ന കവിതയാണ്. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ കഥകളും നോവലുകളും എഴുതിയ വിഖ്യാതനായ സാഹിത്യകാരനാണ് റുദ്യാർഡ് കിപ്ലിങ്. കുട്ടികളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളും സ്വന്തം മക്കളോടുള്ള ആത്മഭാഷണങ്ങളാണ്. ഇഫ് എന്ന കവിത സ്വന്തം മകനായ ജോൺ കിപ്ലിങ്ങിന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ജോൺ കിപ്ലിങ് നിർഭാഗ്യവശാൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ഈ കവിത കൊണ്ട് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച പ്രയോജനം ലഭിക്കാതെ പോവുകയും ചെയ്തു. എങ്കിലും ലോകത്തിലുള്ള ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കവിതാശകലമാണ്, കവിതാഭാഗമാണ് ഇഫ്. കൂടുതൽ മുഖവരകളില്ലാതെ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. റുദ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഇഫ്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്സ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. ഏവരും നിന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ, പാപഭാരത്താൽ നിനക്ക് ചുറ്റുമുള്ളവരുടെ തല കുനിയുമ്പോൾ നിനക്ക് നിന്റെ ശിരസ് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നുവെങ്കിൽ. If you can trust yourself when all men doubt you, but make allowance for their doubting too. ആളുകൾ നിന്നെ സംശയിക്കുമ്പോൾ, സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുമ്പോൾ അതിൽ ഒട്ടും അസഹ്യപ്പെടാതെ, ആത്മവിശ്വാസം ചോരാതെ നിലകൊള്ളാൻ നിനക്ക് ആകുമെങ്കിൽ. If you can wait and not be tired by waiting. കാത്തു നിൽക്കാൻ നിനക്ക് ആവുമെങ്കിൽ, കാത്തുനിൽപ്പിൽ അക്ഷമനാകാതിരിക്കാൻ ആവുമെങ്കിൽ. Or being lied about, don't deal in lies. ആളുകൾ നിന്നെക്കുറിച്ച് അപവാദം പറയുമ്പോൾ അപവാദ വ്യവസായത്തിൽ നീ പെട്ടുപോകാതിരിക്കുമെങ്കിൽ. Or being hated, don't give way to hating. ആളുകൾ നിന്നെ വെറുക്കുമ്പോൾ ആരെയും വെറുക്കാതിരിക്കാൻ നിനക്കാകുമെങ്കിൽ. And that don't look too good, nor talk too wise. അതികേമനായി നടിക്കാതെ, അതിബുദ്ധിമാനായി സംസാരിക്കാതിരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ മകനേ എന്നാണ്. ഈ പാഠഭാഗം മനസ്സിലാക്കുന്നതിന് വളരെ എളുപ്പത്തിൽ ഓരോ ലൈനും വായിച്ചതിന് ശേഷം അതിൻ്റെ അവസാന ലൈൻ, ഈ പോയത്തിൻ്റെ അവസാന ലൈൻ വായിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒന്നാമത്തെ സ്റ്റാൻസയിലെ പോയറ്റിക് ഡിവൈസ് ലാസ്റ്റ് ലൈൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അസോണൻസ് ആണ്. ASSONANC. എന്താണ് അസോണൻസ്? അസോണൻസ് എന്ന് പറഞ്ഞാൽ റെപ്പിറ്റേഷൻ ഓഫ് ദ സെയിം വൗവൽ സൗണ്ട്സ്. ഒരേ വൗവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏത് വൗവൽ സൗണ്ടാണ് അവിടെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇഫ് യു ക്യാൻ എന്ന് പറയുന്ന ഈ ക്ലോസ് ഉണ്ടല്ലോ, ഇഫ് യു ക്യാൻ എന്ന് പല ആവർത്തി പറയുന്നുണ്ട്. ഇതൊരു പോയറ്റിക് ഡിവൈസാണ്. ഈ പോയറ്റിക് ഡിവൈസിൻ്റെ പേരാണ് ആനഫറ. ANAPHORA. ആനഫറ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് എ സീക്വൻസ് ഓഫ് വേർഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സം ക്ലോസസ്. ചില ക്ലോസുകളുടെ, ഈ ക്ലോസ് കംപ്ലീറ്റ് ആകുന്നില്ല എങ്കിൽ തന്നെയും ഈ ക്ലോസുകളുടെ ബിഗിനിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്രേസസിനെയാണ് നമ്മൾ ആനഫറ എന്ന് പറയുന്നത്. ഇഫ് യു ക്യാൻ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. If you can dream and not make dreams your master. മകനെ, നിനക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ, വൃഥാ സ്വപ്നങ്ങൾക്ക് നീ അടിമപ്പെടാതിരിക്കുമെങ്കിൽ. ഡ്രീംസ് അണ്ടർലൈൻ ചെയ്യുക. ഡ്രീംസിനെ ആരായി കണക്കാക്കിയിരിക്കുന്നു? മാസ്റ്ററായി കണക്കാക്കിയിരിക്കുന്നു. ഡ്രീംസ് ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് ആണ്. ഒരു ഇനാനിമേറ്റ് ഒബ്ജക്റ്റിന് പേഴ്സണൽ ട്രൈറ്റ്സ് നൽകുന്ന പോയറ്റിക് ഡിവൈസാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ ഡ്രീംസ് എന്നുള്ളത് പേഴ്സോണിഫിക്കേഷന് ഉദാഹരണമാണ്. അടുത്ത ലൈൻ. If you can think and not make thoughts your aim. നിനക്ക് ചിന്താശക്തി ഉണ്ടാകുമെങ്കിൽ, എന്നാൽ വൃഥാചിന്തകൾ നിന്റെ ലക്ഷ്യമാകാതിരിക്കുമെങ്കിൽ. If you can meet with triumph and disaster. വിജയത്തെയും പരാജയത്തെയും നേരിടാൻ നിനക്ക് ആകുമെങ്കിൽ. ട്രയംഫ്, ഡിസാസ്റ്റർ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ആണ്. പക്ഷേ അവയ്ക്ക് പേഴ്സണൽ ക്വാളിറ്റീസ് ഉള്ളതായി കണക്കാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ നേരിടുന്നതായി കണക്കാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ട്രയംഫും ഡിസാസ്റ്ററും പേഴ്സോണിഫിക്കേഷന് ഉദാഹരണങ്ങളാണ്. ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഈ രണ്ട് കപടവേഷധാരികളെയും തുല്യരാണ്, സമന്മാരാണ് എന്ന് നിനക്ക് കരുതാനാകുമെങ്കിൽ. ഈ ലൈൻ കൂടെ വായിക്കുമ്പോൾ നമുക്ക് ഈ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്നുള്ളത് പേഴ്സോണിഫിക്കേഷൻ ആണ് എങ്കിലും മറ്റൊരു പോയറ്റിക് ഡിവൈസ് കൂടി നമുക്കിവിടെ കിട്ടുന്നു. കാരണം ഈ ട്രയംഫിനെയും ഡിസാസ്റ്ററേയും ഇമ്പോസ്റ്റേഴ്സ് എന്ന് കരുതിയിരിക്കുന്നു. അപ്പോൾ ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് സമമാക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റഫർ. ഒന്ന് മറ്റൊന്ന് പോലെയാണ് എന്ന് പറയുന്നതാണ്
സിമിലി. ഒന്ന് മറ്റൊന്നാണ് എന്ന് പറയുന്നതാണ് മെറ്റഫർ. സംതിങ് ഈസ് ലൈക്ക് സംതിങ് എന്ന് പറഞ്ഞാൽ സിമിലി. സംതിങ് ഈസ് സംതിങ് എന്ന് പറഞ്ഞാൽ അത് മെറ്റഫർ. ഇവിടെ ട്രയംഫും ഡിസാസ്റ്ററും എന്താണ്? ഇമ്പോസ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പോയറ്റിക് ഡിവൈസ് മെറ്റഫറാണ്. ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ, ട്വിസ്റ്റഡ് ബൈ നേവ്സ് ടു മേക്ക് ട്രാപ്പ് ഫോർ ദ ഫൂൾസ്. നീ പറഞ്ഞ സത്യങ്ങൾ കള്ളന്മാർ വളച്ചൊടിക്കുന്നതും മഠയന്മാർക്ക് കിണിയൊരുക്കുന്നതും കേട്ടു നിൽക്കാൻ നിനക്ക് ആവുന്നുണ്ടെങ്കിൽ, ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. നിന്റെ ജീവന്റെ മറുവിലയായി നീ നേടിയ സമ്പാദ്യങ്ങളെല്ലാം തകർക്കപ്പെടുമ്പോൾ ഏറെയും തേഞ്ഞു തീർന്നു പോയ നിന്റെ പണിയായുധങ്ങൾ മെല്ലെ എടുത്ത് പാതി കുനിഞ്ഞ് പണി തുടരുവാൻ നിനക്ക് മനസ്സാകുമെങ്കിൽ, if you can make one heap of all your winnings and risk it on one turn of pitch and toss, നിന്റെ സമ്പാദ്യങ്ങളെല്ലാം വാരിയെടുത്ത് പകിടകളിയിൽ പന്തയം വയ്ക്കാൻ നിനക്ക് ഉൾക്കരുത്തുണ്ടെങ്കിൽ, and lose and start again at your beginnings and never breathe a word about your loss. പന്തയം തോൽക്കുമ്പോൾ, എല്ലാം നശിക്കുമ്പോൾ ഒരക്ഷരം ഉരിയാടാതെ, ഒന്നും മിണ്ടാതെ തുടക്കം മുതൽ തുടങ്ങുവാൻ, ആരംഭം മുതൽ ആരംഭിക്കുവാൻ നിനക്ക് മനസ്സാവുമെങ്കിൽ, ഇവിടെ രണ്ടാമത്തെ ലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. പിച്ച് ആൻഡ് ടോസ് എന്നുള്ളത് ഒരു ഗെയിമാണ്. ഒരു ഗെയിമാണെങ്കിലും ആ ഗെയിം ധ്വനിപ്പിക്കുന്നത് വലിയൊരു റിസ്കിനെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അതിന് ഡീപ്പർ മീനിങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ അർത്ഥതലങ്ങളുള്ള ഒരു സംഭവം ഒറ്റ വാക്ക് കൊണ്ട് ധ്വനിപ്പിക്കുന്നു എങ്കിൽ നമ്മൾ അതിനെ പറയുക സിമ്പൽ എന്നാണ്. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പിച്ച് ആൻഡ് ടോസ് എന്ന ഈ ഗെയിം ഒരു ബിഗ് റിസ്കിൻ്റെ സിമ്പലാണ്. അപ്പോൾ ഇവിടെ സിമ്പൽ എന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ് ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ, നിൻ്റെ ഹൃദയാഭിലാഷങ്ങളും നിൻ്റെ നാഡീഞരമ്പുകളുടെ കരുത്തും മജ്ജയുടെ ബലവും ചോരുന്ന ഈ പ്രായത്തിലും, അല്ലെങ്കിൽ നിൻ്റെ വൃദ്ധതയിൽ അവയെല്ലാം ചോർന്നു പോകുന്ന പ്രായത്തിൽ എന്താ സംഭവിക്കുക? ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട്, നിനക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലേ, അവയെല്ലാം ചോർന്നു പോയ പ്രായത്തിലും അവയെ നിനക്ക് അധീനപ്പെടുത്താൻ കഴിയുമെങ്കിൽ, നിൻ്റെ ഹൃദയാഭിലാഷങ്ങളെയും നാഡീഞരമ്പുകളുടെ ബലത്തെയും മജ്ജയുടെ ശക്തിയെയും എല്ലാം നിൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ നിൻ്റെ വൃദ്ധതയിൽ നിനക്കാകുന്നുണ്ടെങ്കിൽ, ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ എന്നാണ്. അവയെല്ലാം നഷ്ടപ്പെട്ടിട്ടും നിനക്ക് നിലനിർത്താൻ, ചൊൽപ്പടിക്ക് നിർത്താനാകുമെങ്കിൽ, ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു എക്സെപ്റ്റ് ദ വിൽ വിച്ച് സെസ് ടു ദം ഹോൾഡ് ഓൺ. മുറുകെ പിടിക്കൂ, ഹോൾഡ് ഓൺ, മുറുകെ പിടിക്കൂ എന്ന് ആജ്ഞാപിക്കുന്ന മനസ്സല്ലാതെ, വില്ലാണ് അല്ലേ, മുറുകെ പിടിക്കൂ എന്ന് ആജ്ഞാപിക്കുന്ന മനഃശക്തിയല്ലാതെ, മനസ്സല്ലാതെ മറ്റെല്ലാം ചോർന്നു പോകുമ്പോഴും നിസ്സാരനായി നിസ്വനായി മുറുകെ പിടിക്കാൻ നിനക്കാകുമെങ്കിൽ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈ രണ്ടാമത്തെ ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് എന്ന് പറയുന്നത് ഹൃദയമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഹൃദയാഭിലാഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വാക്കാണ്. എ പാർട്ട് സ്റ്റാൻഡിങ് ഫോർ ദ ഹോൾ. പൂർണ്ണമായ അർത്ഥം ധ്വനിപ്പിക്കുന്ന, എന്നാൽ പൂർണ്ണമായ വാക്ക് ഉപയോഗിക്കാതെ ആ വാക്കിൻ്റെ പകുതി ഉപയോഗിച്ചിരിക്കുന്നു അല്ലേ. ഹാർട്ട്സ് ഡിസേഴ്സ് എന്നതിന് പകരം ഹാർട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പദപ്രയോഗത്തെയാണ്, ഇങ്ങനെയുള്ള പോയറ്റിക് ഡിവൈസിനെയാണ് സിനെക്ഡക്കി എന്ന് പറയുന്നത്. നെർവ്, ഞരമ്പെന്നാണ് ഉദ്ദേശിക്കുന്നത്. നാഡീഞരമ്പുകളുടെ ശക്തിയെയാണ് കുറിക്കുന്നത്. പൂർണ്ണമായി ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നതിന് പകരം, വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം നെർവ് എന്ന് മാത്രം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ സിനെക്ഡക്കി. അടുത്ത സിനിയു, മജ്ജ എന്നാണ് അല്ലേ, മജ്ജയുടെ ബലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും എ പാർട്ട് സ്റ്റാൻഡിങ് ഫോർ ദ ഹോൾ. അതുകൊണ്ട് ഫിഗർ ഓഫ് സ്പീച്ച് ഇവിടെ സിനെക്ഡക്കിയാണ്. ഒരു ലാസ്റ്റ് ലൈൻ, ഈ സ്റ്റാൻസയുടെ ലാസ്റ്റ് ലൈൻ, എക്സെപ്റ്റ് ദ വിൽ വിച്ച് സെസ് ടു ദം, പറയുന്ന മനസ്സ് അല്ലേ, വില്ലിനെ ഇവിടെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നു. കാരണം വിൽ പറയുകയാണല്ലോ. എക്സെപ്റ്റ് ദ വിൽ വിച്ച് സെസ് ടു ദം ഹോൾഡ് ഓൺ, മുറുകെ പിടിക്കൂ എന്ന് പറയുന്ന മനസ്സല്ലാതെ ബാക്കിയെല്ലാം ചോർന്നു പോയി, എന്നിട്ടും മുറുകെ പിടിക്കാൻ നിനക്കാവുമെങ്കിൽ, ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യൂ ഓർ വാക്ക് വിത്ത് കിങ്സ് നോർ ലൂസ് ദ കോമൺ ടച്ച്. ബഹുജനങ്ങളോട് സംവദിക്കുമ്പോൾ നിന്റെ നന്മ കൈമോശം വരാതിരിക്കുമെങ്കിൽ, അധിപന്മാർക്കൊപ്പം നടക്കുമ്പോഴും അഗതികളെ നീ പരിഗണിക്കുമെങ്കിൽ. ഇവിടെ രണ്ട് വാക്കുകൾ, ഒന്ന് ക്രൗഡ്സ് എന്നത് ഉപയോഗിച്ചിരിക്കുന്നത് കോമൺ പീപ്പിളിന് വേണ്ടിയിട്ടാണ്. കിങ്സ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് പീപ്പിളിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് രണ്ടും സിമ്പിൾസ് ആണ്. ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു, നിന്റെ ഉറ്റ ചങ്ങാതികളോ നിന്റെ കടുത്ത വൈരികളോ
ഇവർക്കാർക്കും നിന്നെ മുറിവേൽപ്പിക്കാതിരിക്കാൻ ആകുമെങ്കിൽ, ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്, ഏവരും നിന്നെ ആശ്രയിക്കുമ്പോൾ നീ ആരെയും കൂടുതൽ ആശ്രയിക്കാതിരിക്കുകയാണെങ്കിൽ. ഈ സെൻറ്റൻസ്, ഈ ലൈൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്, രണ്ട് ആശയങ്ങൾ, കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് സംയോജിപ്പിച്ചിരിക്കുന്നു അല്ലേ. ഇങ്ങനെയുള്ള പദപ്രയോഗത്തെയാണ്, ഇങ്ങനെയുള്ള പോയറ്റിക് ഡിവൈസിനെയാണ് നമ്മൾ ആൻറ്റിതീസിസ് എന്ന് പറയുക. എഴുതി വെച്ചോളൂ, ആൻറ്റിതീസിസ്. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds worth of distance run. ഈ ലൈൻസ് ശ്രദ്ധിക്കുക. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds worth of distance run. നിന്റെ വിദ്വേഷം എത്ര ദൈർഘ്യത്തിലായിരിക്കണം, നിന്റെ വിദ്വേഷം എത്ര നേരം നിലനിൽക്കണം? ഘടികാരത്തിലെ നിമിഷസൂചി ഒരു വട്ടം തികയ്ക്കുന്ന ദൈർഘ്യത്തിനപ്പുറം മകനെ നിന്റെ വിദ്വേഷം നിലനിൽക്കുന്നില്ലെങ്കിൽ എന്നാണ്. ഈ ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ്. ഈ അൺഫോർഗിവിംഗ് മിനിറ്റ് എന്നുള്ളത്, ഈ അൺഫോർഗിവിംഗ് എന്ന വാക്ക് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റിന് ഉദാഹരണം കൂടിയാണ്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. എന്താണ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്? എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ അജക്റ്റീവ് എന്നാണ് അർത്ഥം. ഇപ്പോൾ മിനിറ്റിൻ്റെ അജക്റ്റീവ് അല്ല അൺഫോർഗിവിംഗ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സംതിങ് ടു സം അതർ തിങ്. With 60 seconds worth of distance run, yours is the earth and everything that is in it, and which is more, you will be a man. ഇങ്ങനെയൊക്കെ ആണ് എങ്കിൽ, കുറേ കണ്ടീഷൻസ് പറഞ്ഞല്ലോ, ഇഫ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മകനെ, നീ ഭൂമിയുടെ അവകാശിയാണെന്ന്, നീ ഒരു പൂർണ്ണ മനുഷ്യനാണ്, നീ ഒരു ആൺകുട്ടിയാണ് എന്നാണ് പറയുക. യുവേഴ്സ് ഈസ് ദ എർത്ത്, നീ ഭൂമിയുടെ അവകാശിയാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, ഒരാൾ മാത്രം ഭൂമിയുടെ അവകാശിയാകില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പദപ്രയോഗത്തെ, ഇങ്ങനെയുള്ള പോയറ്റിക് ഡിവൈസിനെ നമ്മൾ പറയുന്നത്, എക്സാജറേഷൻ ഓഫ് ഫാക്ട്സിനെ നമ്മൾ പറയുന്നത് ഹൈപ്പർബലി എന്നാണ്. അപ്പോൾ എഴുതി വയ്ക്കാം, ഹൈപ്പർബലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതല്ലോ, ഇഫ് യു ക്യാൻ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിന് ആനഫറ എന്നാണ് നമ്മൾ പറയുക. ആനഫറ, റെപ്പിറ്റേഷൻ ഓഫ് എ സീക്വൻസ് ഓഫ് വേർഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സം ക്ലോസസ്. അപ്പോൾ ഇവിടെ ഇഫ് യു ക്യാൻ എന്ന് ക്ലോസ് കംപ്ലീറ്റ് ആകുന്നില്ല എങ്കിൽ തന്നെയും ഇഫ് യു ക്യാൻ എന്ന് ആവർത്തിച്ചിരിക്കുന്നു. എന്തിനുദാഹരണമാണ്? ആനഫറ. ഈ ലൈൻ വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഈ പോയം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഓരോ ലൈനും എടുത്തതിന് ശേഷം അവസാനത്തെ ലൈൻ വായിക്കുക. അപ്പോൾ ഒരു ക്ലോസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ലൈൻ്റെയും അർത്ഥം വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഇഫ് എന്ന പോയത്തിന് ഞാൻ നൽകിയ വ്യാഖ്യാനം നിങ്ങൾക്കേവർക്കും സുവ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ. നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ്.